ഹലോ, ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഈ ഡയലോഗ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് എന്താ പറയുക, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അങ്ങനെ എഴുന്നേൽക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ എങ്ങനെയൊക്കെയോ കുത്തിപ്പിടിച്ചിങ്ങ് എഴുന്നേറ്റു. ഇവിടെ ഇപ്പോൾ സാമാന്യം കുറച്ച് നല്ല തണുപ്പ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയും കാലിൽ വെച്ച് ഫസ്റ്റ് ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ പോകുന്നൊരു സ്ഥലമാണ്. ഇവരുടെ ഇതൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറയും. ഇങ്ങനെയാണ് എൻ്റെ എല്ലാ ദിവസവും ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ഇവരുടെ ഇതൊക്കെ സലാം പറഞ്ഞ് നമ്മുടെ കേട്ടൻ മാറ്റി പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെന്താ, നേരെ പോയി കുളിച്ച് മാറ്റി വന്നു. പിന്നെ എന്തെങ്കിലും തിന്നണ്ടേ. അപ്പോൾ സാധാരണ രാവിലെ നമ്മൾ എന്താ പറയുക, ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ ആ പതിവ് തെറ്റിച്ചില്ല. ഞാനിന്ന് റാഗിയാണ് ഉണ്ടാക്കിയത്. അപ്പം കുറച്ച് വെള്ളം എടുക്കുക, അത് ചൂടാകുന്ന സമയത്ത് കുറച്ച് പാലും കൂടെ ഒഴിക്കുക. അതും എല്ലാം കൂടെ ഒന്നിങ്ങനെ തിളച്ച് വരുന്നപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്താൽ മതി. പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഈ റാഗി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, മിക്സ് ചെയ്തെടുത്തിട്ട് അത് പാല് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ വെല്ലം, നമ്മൾ തലശ്ശേരിയിൽ വെല്ലം എന്നൊക്കെയാണ് പറയാറ്, ഇവിടെ എന്താ പറയുക, ശർക്കര, അത് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടയായിപ്പോവും. ഇങ്ങനെ അതിൻ്റെ അകത്ത് എന്താ പറയുക, കട്ട പോലെ വന്നാൽ പിന്നെ കുടിക്കുമ്പം എനിക്ക് വലിയ ഇഷ്ടമല്ല, അതൊരു ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല. അപ്പം അതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഒരു ഗ്ലാസ്സിൽ അങ്ങോട്ട് ഒഴിക്കുക. ഞാൻ സാധാരണ ഇതൊന്ന് അരിച്ചെടുക്കാറുണ്ട്. ചിലപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇതിനകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കുടിക്കുക. വാവ്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ, ഉച്ചക്കേക്കുള്ള ചോറിൻ്റെ പണി നോക്കാം. അപ്പോൾ കുറച്ച് ചോറെടുക്കുക, കഴുകുക. ഞാൻ ഈ റെഡ് റൈസ് ആയത് കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് എപ്പോഴും വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ എനിക്കൊരു 1 or 2 വിസിലിനൊക്കെ എന്താവും അത് ആയിട്ട് വരാറുണ്ട് ചോറായിട്ട്. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ 1 or 2 വിസിലിനൊക്കെ എന്താ പറയുക ചോറായിട്ട് വരും. അതിന് ശേഷം വിസിൽ മുഴുവൻ പോയതിന് ശേഷം വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചും കൂടെ പച്ചവെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ വാർത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കെന്താ, ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ബീട്രൂട്ട് വറവ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം ഇങ്ങനെ എന്താ പറയുക, ആദ്യം കടുകും എന്താ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില, റെഡ് ചില്ലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്താക്കുക, പിന്നെ ബീട്രൂട്ടിൻ്റെ എടുത്തിടുക. പിന്നെ ഞാൻ ഈ കാണിച്ച പോലെ ഉപ്പ്, എന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കുക, മൂടി വെച്ച് വേവിക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. എനിക്കറിയില്ല, ചില വീട്ടിലൊക്കെ വെള്ളം ഒഴിക്കാതെ ആയിരിക്കാം ഉണ്ടാക്കുന്നുണ്ടാവുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. ഇപ്പം ഞാൻ ചോറ് കാണിച്ചു തന്നില്ല, അതേപോലെ ഞാൻ ഒന്ന് വാർത്ത് വെക്കും. അപ്പോൾ നമ്മൾ അടുപ്പിൽ സാധാരണ ഉണ്ടാക്കിയ ചോറ് പോലെ തന്നെ ഉണ്ടാവും. കുക്കറിലുണ്ടാക്കിയ ചോറ് ചില സമയത്തൊക്കെ ഭയങ്കര സ്മാഷ്ഡ് ആയിട്ടുണ്ട് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണുന്ന എല്ലാ പൗഡേഴ്സും എടുത്തിടുക. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്തായിരുന്നു ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അങ്ങനെയൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക, ചട്ടിനകത്ത് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ പിന്നെ ജിഞ്ചർ ഗാർലിക്കും എല്ലാം നന്നായിട്ട് ഇങ്ങനെ എന്താ ആയി വരുന്ന സമയത്തോട്ടേക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും പൊടികൾ തന്നെ കുറച്ചും കൂടെ എടുത്തിടുക. നിങ്ങൾക്ക് എന്തൊക്കെ പൊടികളാണ് ഇടേണ്ടത് അതൊക്കെ ഇടാം. ഞാനങ്ങനെ റെസിപ്പിയായിട്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ എന്ത് ചെയ്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അത് മൂടി വയ്ക്കുക. പിന്നെ ബാക്കി കറിയാവുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ നേരത്തെ ആക്കി വെച്ച ചോറും നമ്മുടെ പപ്പടവും അച്ചാറും വറവും പിന്നെ നമ്മുടെ താരം ചിക്കൻ കറി അതും കൂടെ എടുത്തിട്ടിട്ട് ഒരു പിടി എങ്ങോട്ട് പിടിക്കുക. സാധാരണ എനിക്കിങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താ പറയുക, അതിങ്ങനെ നമ്മളതിങ്ങനെ ഒരു മലയാളം ഓൾഡ് മൂവീസൊക്കെ വെച്ചിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. പണ്ട് നമ്മൾ ഏഷ്യാനെറ്റിൽ ഉച്ചയ്ക്ക് 1 മണീൻ്റെ സിനിമയൊക്കെ കണ്ടിട്ട് ചോറ് തിന്നില്ലേ, അപ്പോൾ ആ ഒരു ഫീലൊക്കെ പോലെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഞാൻ എന്താക്കി, കുറച്ച് പൊട്ടിയൊക്കെ ഇട്ടിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ
ഓരോന്നോരോന്ന് ഇതൊന്നും വാങ്ങിക്കുന്നില്ലെങ്കിലും വെറുതെ എനിക്കിങ്ങനെ നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇതാ ഓരോ സാധനങ്ങളും ഓരോ സ്റ്റാളുകളും കയറി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ സാധനങ്ങളും കാണാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഹ ഹ ഹ ഹ ഹ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. തലക്ക് വലിയ വെളിവൊന്നുമില്ല, ഇങ്ങനെ പോകുന്നൊരു ജീവിതം. പാവം. എന്നിട്ട് പിന്നെ ഇത് നിറച്ചും കുപ്പിവെള്ളമാണ് കേട്ടോ. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു നോക്കില്ലേ, ആ സാധനം ഇത്. അപ്പം എനിക്കത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവരത് 250 അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ നമ്മളത് വീട്ടിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞൊന്ന് കുളിച്ച് മാറ്റി വീണ്ടും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ കുറച്ച് കടല പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കടല നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം, അതായത് കുറച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, അതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ക്യുക്കുംബർ, നമ്മുടെ വെല്ലുള്ളി, തക്കാളി, പിന്നെ കൊറിയാണ്ടർ ലീഫ്, പിന്നെ ഇതെന്തായിരുന്നു യോഗട്ട്, ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ക്യാരറ്റ് കൂടി ഉണ്ടായിരുന്നുണ്ടോ, ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല നേരത്തെ. അതിനകത്തോട്ടേക്ക് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ പിടി പൊട്ടിപ്പോയി, മൈൻഡാക്കണ്ട, കുറച്ച് ബട്ടർ എടുത്തിടുക. അതിനകത്തോട്ടേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കാണുന്ന പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, അതൊന്നും എടുത്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ കുറച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കടലയും കൂടെ അതിനകത്തിട്ടിട്ട് ഒന്നും കൂടെ ഫുൾ മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അന്തസ് ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ടാറ്റാ ബേബി, സീ യു, ഗുഡ് നൈറ്റ്. ഞാൻ കിടന്നുറങ്ങി.